വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ആയത്ത് ഏതെന്നറിയോ? അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നു, റബ്ബനാ ആതിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണം എന്ന് പറയുന്ന ഒന്നാമത്തെ ആയത്ത്. അല്ലാഹു പറയുകയാണ്, ഫമിനൻ നാസി മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ഇത് ഒന്നാമത്തെ ആയത്താണ്. ഇത് കഴിഞ്ഞ ഉടനെ അല്ലാഹു തആല രണ്ടാമത്തെ ആയത്തെ ഉടൻ തന്നെ പറയുകയാണ്, വമിൻഹും മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ഉലൈക ലഹും നസീബും ബിമാ കസബൂ. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഉലൈക ലഹും നസീബും ബിമാ കസബൂ. ഈ രണ്ട് ആയത്തുകളിലൂടെ അല്ലാഹു തആല ഒരു വിശ്വാസിയുടെ ദുആ എങ്ങനെയെന്ന് പഠിപ്പിക്കുകയാ. ഇന്നത്തെ ദിവസം മുതൽ ദുആ ചെയ്യേണ്ട രീതി പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരാ, പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, അല്ലാഹു പറയുകയാണ്, ഫമിനൻ നാസി മൻ യഖൂൽ. ചില ആളുകളുണ്ട്, അവരെങ്ങനെയാണ് ദുആരക്കുന്നതെന്നറിയോ? അല്ലാഹു പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, ഫമിനൻ നാസി മൻ യഖൂൽ. ചില ആളുകൾ ദുആരക്കുന്നത് എങ്ങനെയെന്നറിയോ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരണേ അല്ലാഹ്. ദുനിയാവിൽ ആവശ്യമായതൊക്കെ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഇവിടെ ദുനിയാവിനെ സംബന്ധിച്ച് മാത്രം ദുആരക്കുന്ന ഒരു സമൂഹത്തെയാ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാൻ തന്നെ കാരണം എന്തെന്നറിയോ? ചില അറബികളായ ആളുകൾ, അറബികളായ ആദിവാസികളായ ആളുകൾ, ദീനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പാണ്ഡിത്യത്തിന്റെ പാപ്പരത്വമേറിയിട്ടുള്ള ഒരു തലമുറ, ഒരു സമൂഹം, അവര് ദുആ ചെയ്യാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മക്കളെ തരണേ അല്ലാഹ്. അതുപോലെ പടച്ചവനെ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തരണേ അല്ലാഹ്. അതുപോലെ പടച്ചവനെ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങൾക്ക് നല്ല വാഹനങ്ങൾ തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല വീട് തരണേ അല്ലാഹ്. ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രമാണ് എപ്പോഴും അവർ ചോദിക്കാറുള്ളത്. അവർ ആഖിറത്തെ പറ്റി ഒരു കാര്യവും പടച്ചവനോട് ചോദിക്കാറില്ല. സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഭാഗമാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്ക് തരണേ എന്ന് തുടങ്ങുന്ന ആയത്തിലെ ഒന്നാമത്തേത്, എന്ത് കൈനീട്ടിയാലും ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ചോദിക്കുന്ന, എന്റെ ഭാര്യയ്ക്ക് നല്ല ജോലി തരണേ അല്ലാഹ്, എനിക്ക് സുന്ദരിയായ ഭാര്യയെ തരണേ അല്ലാഹ്, എനിക്ക് പൊന്നുമക്കളെ തരണേ അല്ലാഹ്, എനിക്ക് സമ്പാദ്യം തരണേ അല്ലാഹ്, എനിക്ക് എല്ലാ അർത്ഥത്തിലും ഉന്നതമായ വിജയം തരണേ അല്ലാഹ്, ഗവൺമെന്റ് ഉദ്യോഗം തരണേ അല്ലാഹ്, എനിക്ക് നല്ല വീട് തരണേ അല്ലാഹ്, വാഹനം തരണേ അല്ലാഹ്. ഇങ്ങനെ 100 കാര്യങ്ങൾ പടച്ചവനോട് ദുനിയാവിന്റെ ഭൗതിക ലോകത്തെ താല്പര്യങ്ങൾ ചോദിക്കുമ്പോ അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവൻ ആഖിറത്തിൽ നിന്ന് ഒരു വിഹിതവും അല്ലാഹു കൊടുക്കുന്നതല്ല. എന്റെ സഹോദരങ്ങളെ, കുന്തൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഈ പരിശുദ്ധമായ മഖാമിന്റെ ചാരചന്ദ്യ വിശ്രമം കൊള്ളുന്ന മഹാനായ വലിയുണ്ടല്ലോ, അവരെങ്ങനെയാണ് ഈ നിലയിലെത്തിച്ചേരുന്നത്? കർണാടക സ്റ്റേറ്റിലെ ഈ പരിശുദ്ധമായ മഖാമിന്റെ മുന്നിൽ ഞാൻ സിയാറത്തിന് വന്ന് എവിടെ നിന്നാ വന്നത്? ഞാൻ പ്രസംഗത്തിന് വന്ന് എവിടെ നിന്നാ വന്നത്? കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ല, തമിഴ്നാട് സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന തിരുവനന്തപുരം എന്ന അനന്തപുരിയിലെ ഒരു താലൂക്കിൽ നിന്നൊരു പഞ്ചായത്തിൽ നിന്ന് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് 14-15 മണിക്കൂർ യാത്ര ചെയ്ത് ഈ പരിശുദ്ധമായ മഖാമിൽ ഞാൻ എത്തിച്ചേർന്നെങ്കിൽ എന്റെ മുസ്ലിം സഹോദരാ ഒന്ന് ചിന്തിക്ക്. എന്തേ കാരണം? ഈ മഹാനുഭാവന്, ഈ മഹാനായ വലിയ ഇത്രത്തോളം പരിശുദ്ധമായ ദീനിന്റെ ചാചല്യമാനമായ പ്രഭാഫലത്തുന്നത് കൊണ്ടല്ലേ ഇവിടെ വന്നത്. അവരെങ്ങനെയാണ് ഈ പരിശുദ്ധമായ പദവിയിലെത്തിയത്? ഏതെല്ലാം നാടുകളിൽ നിന്ന്, ദിക്കുകളിൽ നിന്ന് ആളുകൾ പാഞ്ഞെത്തുന്നു, പറന്നെത്തുന്നു. ഒരു സലാം പറയാൻ, ഒന്ന് സിയാറത്ത് ചെയ്യാൻ എന്തിന്റെ പേരിലാണ്? അവരുടെ ജീവിതം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചതിന്റെ പേരിലാ. അവര് ഭൗതികതയ്ക്ക് വേണ്ടി ജീവിച്ച
ജീവിച്ചവരല്ല, അവർ അധികാരത്തിന് വേണ്ടി ജീവിച്ചവരല്ല, സൗകര്യത്തിന് വേണ്ടി ജീവിച്ചവരല്ല, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരല്ല. അവര് ജീവിച്ചത് എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? ആഖിറത്തിന് വേണ്ടിയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി സർവ്വനെ സമർപ്പിക്കാൻ അവരെ തയ്യാറായപ്പോ അവരെ തേടിയിട്ട് അല്ലാഹുവിന്റെ മഖ്ലൂഖുകൾ ഓടിയെത്തുന്നല്ലോ. സഹോദരങ്ങളെ, നമ്മളെ ഏത് സമയം പടച്ചവന്റെ നേരെ കൈനീട്ടിയാൽ എന്താണ് ചോദിക്കേണ്ടത്? ദുനിയാവ് മാത്രം ചോദിക്കരുത്. മഹാന്മാരെ ഭയന്നരെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഭയന്നരെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ സൗകര്യം കിട്ടിയാൽ, അവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടിയാൽ, അവർക്ക് സൗകര്യമുള്ള ഒരു വീട് കിട്ടിയാൽ, അവർക്ക് സുന്ദരിയായ ഭാര്യയെ കിട്ടിയാൽ, അവർക്ക് ഓമനത്തെ തുളുമ്പുന്ന പൊന്നുമക്കളെ കിട്ടിയാൽ, അവരുടെ മനസ്സിനകത്ത് വല്ലാത്ത പേടിയാണ്. എന്തുകൊണ്ടെന്നറിയോ? പടച്ച റബ്ബേ, ഇതെല്ലാം ഭൗതിക ലോകത്തിന് എനിക്ക് വാരിക്കോരി തന്നാൽ നാളെ പരലോകത്തിലേക്ക് നീ നിഷേധിച്ചു കളയുമോ? ആഖിറത്തിൽ എനിക്ക് സുഖങ്ങൾ നിഷേധിക്കുമോ? ആഖിറത്തിൽ എനിക്ക് സൗകര്യങ്ങൾ നിഷേധിക്കുമോ? ഈ ഒരു പേടിയായിരുന്നു മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത്. അവര് ദുനിയാവിന് വേണ്ടി മാത്രം കൈകൾ നീട്ടുന്നവരല്ല, അവര് ദുനിയാവിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി എറിയുന്നവരാ. അവര് ദുനിയാവിന്റെ കള്ളത്തരം മനസ്സിലാക്കിയപ്പോ, ദുനിയാവിന്റെ ചതി മനസ്സിലാക്കിയപ്പോ, ദുനിയാവിന്റെ വഞ്ചന മനസ്സിലാക്കിയപ്പോ, എനിക്ക് ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞ് ദുനിയാവിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി എറിഞ്ഞവരാ. അവര് ദുനിയാവ് വേണ്ടെന്ന് വെച്ചവരാ. ദുനിയാവെന്ന കള്ളിപ്പെണ്ണിനെ മുത്തലാക്കി ചെല്ലിയവരല്ലേ. അതുകൊണ്ട് അവര് ചോദിക്കുന്നത് ആഖിറത്തെ പറ്റിയാണ്. അതുകൊണ്ട് സഹോദരാ, കരങ്ങൾ നീട്ടുമ്പോ ദുനിയാവ് മാത്രം ചോദിക്കരുത്. ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കേണ്ടത്? ചില ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? ഇനി ഇങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഒരിക്കലും മറന്നു പോകല്ലേ, മറന്നു പോകല്ലേ. മഹാനായ ഒരു ആരിഫായ വലിയന്റെ മഖാമിന്റെ ഉറൂസിന്റെ ചാരത്ത് വന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദുആ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളുടെ റൂഹ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട പറയുന്നത് വരെ, നിങ്ങളുടെ ആത്മാവ് ശരീരത്തോട് വിട ചെല്ലുന്നത് വരെ, നിങ്ങൾ മൗത്താകുന്നത് വരെ ദുആ ചെയ്യുമ്പോ ഈ ഒരായത്ത് മറക്കല്ലേ മുസ്ലിം സഹോദരാ. അല്ലാഹു പറയുകയാണ് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. വമിൻഹും ചില ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്. എങ്ങനെ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു പറയുകയാണ് ഉലൈക ലഹും മിമ്മാ കസബൂ ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ. അവന് എന്താണോ ആഗ്രഹിച്ചതാ വിഹിതം അവന് ഉണ്ടത്രേ. ഈ ആയത്തിൽ ദുനിയാവും ആഖിറവും അല്ലേ അല്ലാഹു ചോദിക്കാൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞ ആയത്തിൽ ദുനിയാവ് മാത്രം ചോദിച്ചതാ പ്രശ്നമാകുന്നത്. രണ്ടാമത്തെ ആയത്താണ് നമുക്ക് ചോദിക്കേണ്ടത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നമ്മൾ ദുനിയാവ് മാത്രം ചോദിക്കേണ്ടവരല്ല. നമ്മൾ കൈനീട്ടിയാ ചോദിക്കുന്ന എന്താണ്? ഒരു നിമിഷം അവനവന്റെ ഇടനെഞ്ചിലേക്ക് വലത് കൈ ചേർത്ത് വെച്ചിട്ടൊന്ന് വിചിന്തനം ചെയ്യും. ഒന്ന് ചിന്തിക്ക്. നാളെ വരെ ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുമ്പോ ആഖിറത്തെ പറ്റി ഞാൻ എന്ത് ചോദിച്ചു? തീരെ ആരും ചോദിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് മറന്നു പോകുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ചോദിക്കുന്നത് എന്താണ്? അല്ലാഹുവേ, കടങ്ങൾ മാറ്റിത്തരണം പടച്ചവനെ, കടക്കാരാക്കല്ലേ അല്ലാ. എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ അല്ലാ. എന്റെ മക്കൾക്കും എനിക്കും എന്റെ കുടുംബത്തിനും രോഗം തരല്ലേ അല്ലാ. എന്റെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എനിക്ക് ദീർഘായുസ് തരണേ അല്ലാ. എന്റെ കച്ചവടങ്ങളെ നല്ല നിലയിലാക്കി തരണേ അല്ലാ എന്ന് പറഞ്ഞ് ദുനിയാവിന്റെ കാര്യങ്ങൾ അക്കമിട്ട് എണ്ണി എണ്ണി ചോദിക്കുമ്പോഴ് ആഖിറത്തിന്റെ കാര്യം മറന്നുപോയി. അല്ലാഹു പറഞ്ഞത് എന്താണ്? വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആഖിറത്തിൽ അവന് ഒരു ചുണ്ണാമ്പില്ല, അവന് ഒന്നും അല്ലാഹു കൊടുക്കില്ല. ആഖിറത്തിൽ ഒന്നുമില്ല അവന് ഈ ദുആയുടെ പേരിൽ. ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദുആ മുഖുൽ ഇബാദ. ദുആ എന്ന് പറയുന്നത് ഇബാദത്തിന്റെ മജ്ജയാണ്, അതിന്റെ കാതലാണ്, അതിന്റെ മർമ്മമാണ്.
അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ എന്ന് പറയുന്നത് തന്നെയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഇബാദത്തായ വിഷയത്തെ പറ്റി അല്ലാഹു പറയുകയാണ് വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ഇബാദത്തിന് ആഖിറത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര നിസ്സാരമാണ് ഈ ചോദിക്കുന്ന ചോദ്യം. ദുആ ഇബാദത്താണ്, ഖുർആൻ പഠിപ്പിച്ച ഇബാദത്താണ് ദുആ. ആ ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഖുർആൻ പറയാണ്, അല്ലാഹ് പറയാണ് വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആഖിറത്തിൽ അവന് ഒന്നുമില്ല. ഒന്ന് ചിന്തിച്ചേ, നമ്മളെ നിസ്കരിക്കുന്നതിന് ഇവിടെ അല്ലാഹ് കൂലി തരുവോ? തരില്ല. നിസ്കാരം ഇബാദത്തല്ലേ? ഇബാദത്താണ്. ഈ സിയാറത്തിന് ഇവിടെ കൂലി തരുവോ? ഇല്ല. സിയാറത്ത് ഇബാദത്തല്ലേ? ഇബാദത്താണ്. ഈ മജ്ലിസ് എന്ന് പറയുന്നത് ഇബാദത്തല്ലേ? ഇബാദത്താണ്. ഇവിടെ കൂലി തരുവോ? കൂലി തരില്ല. ഇബാദത്തിനൊക്കെ അല്ലാഹു കൂലി തരുന്നത് ആഖിറത്തിലാണ്. ദുആ എന്ന് പറയുന്നത് ഇബാദത്താണ്. പക്ഷെ ഈ ദുആ ചെയ്യുന്ന ആളിനെ പറ്റി അല്ലാഹ് പറയുന്നു വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ദുനിയ ആഖിറത്തിൽ ഒന്നും അവന് കൊടുക്കൂല. ആഖിറത്തിൽ ഒന്നും കൊടുക്കൂല. ഏത് ദുആ? എപ്പോഴും ദുനിയാവിന് വേണ്ടി മാത്രം കൈ നീട്ടുന്ന ആളുകൾക്ക് അല്ലാഹ് ആഖിറത്തിൽ ഒന്നും കൊടുക്കില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ചർച്ച ചെയ്യണ്ട. നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഏതാണ്? അല്ലാഹുവിന്റെ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നൊരു ദുആ ഉണ്ട്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതറിയാത്ത മുസ്ലിം ഉണ്ടോ? ഇതറിയാത്ത മോമിനീങ്ങളുണ്ടോ? അങ്ങനത്തെ മോമിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങരുത്. ഇത് പഠിക്കണം. ഈ ഒരു ആയത്ത്, ഈ ഒരു ദുആ അറിയാത്ത മുസ്ലിം ഉണ്ടോ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് ഖുർആനിന്റെ ആയത്താണ്. ഇതിനകത്ത് ലോകത്തിന് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം കൊടിച്ചു. ഒരു ടെൻഷനും വേണ്ട നമുക്ക്. എന്തൊക്കെ നിഅമത്തുകൾ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വെച്ചിട്ടുണ്ടോ അതെല്ലാം ഈ ഒരൊറ്റ ആയത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വീര്യമുണ്ട്. വേറെ ഏതുപോലെയല്ല. വേറെ എന്തെല്ലാം ദുആ ഖുർആൻ പഠിപ്പിച്ചു? റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. ഞങ്ങൾക്കും ഞങ്ങളുടെ മുൻഗാമികളായ മുൻകടന്നുപോയ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു. വിശ്വാസികളുടെ ഇടയിൽ നീ ഒരിക്കലും അസൂയയും പ്രശ്നങ്ങളും കുശുമ്പും അനൈക്യം ഒന്നും ഉണ്ടാക്കല്ലേ തമ്പുരാൻ എന്നൊക്കെ ദുആരക്കുമ്പോൾ അത് അതിലും മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുർറത അയ്യുൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ കണ്ണിന് കുളിർമ തരണേ പടച്ചോനെ ദ്വാരച്ചാൽ ഭാര്യയും മക്കളിലും അല്ലെങ്കിൽ ഭർത്താവിലും മക്കളിലും ഒതുങ്ങി നിൽക്കുകയാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്റെ മാതാപിതാക്കളെ ചെറിയ പ്രായത്തിൽ എന്നെ നോക്കിയതുപോലെ അവരെ ഇപ്പൊ നീ കരുണ ചൊരിയണേ എന്ന് ദുആ എന്നാൽ അത് അതിൽ ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷേ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. ദുനിയാവിൽ എല്ലാ ഹസനത്തും നീ എനിക്ക് തരണേ പടച്ചോനെ. വഫിൽ ആഖിറതി ഹസന. ആഖിറത്തിലും സർവ്വ ഹസനത്തുകളും എനിക്ക് തരണേ അല്ലാഹ്. വഖിനാ അദാബന്നാർ. നരകത്തെ തൊട്ട് എന്നെ കാക്കണേ അല്ലാഹ്. ഈ ദുആയിൽ ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെ ഹസനത്തുണ്ടോ നിഅമത്തുണ്ടോ അതെല്ലാം അതിനകത്ത് ഉൾക്കൊണ്ട് എന്നാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഒന്നും അതിൽ നിന്ന് ഒഴിവായി പോകുന്നില്ല. ദുനിയാവിൽ നല്ല ഭാര്യയെ കിട്ടും, നല്ല വീട് കിട്ടും, നല്ല വാഹനം കിട്ടും, നല്ല മക്കളെ കിട്ടും. നല്ല മക്കളെയാണ് നമുക്ക് ആവശ്യം അല്ലേ? കർണാടക സ്റ്റേറ്റിൽ നല്ല മക്കൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മെനിങ്ങാന്നാണ് ഞാൻ തൊട്ടപ്പുറത്ത് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്ത് പ്രസംഗിച്ച ഈ വിഷയം ഇന്നലകളിൽ ഇവിടെയും പ്രസംഗിച്ചിട്ടുണ്ടാവും മഹാന്മാരായ പണ്ഡിതന്മാർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബീബി മുസ്കാൻ എന്ന് പറയുന്ന ആ പാവപ്പെട്ട പെൺകുട്ടിയെ മാത്രം മതിയല്ലോ ഗുണപാഠത്തിന്. കർണാടകയിലെ പെണ്ണുങ്ങൾക്ക് പഠിക്കാൻ മാതൃകയാക്കാൻ ആ ഒരൊറ്റ പെൺകുട്ടി മതി. പ്രതിസന്ധികളുടെയും പ്രതിരോധത്തിന്റെയും പ്രതിഷേധങ്ങളുടെയും നടുവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മുറുകെ പിടിക്കാൻ, സ്വത്വബോധത്തെ മുറുകെ പിടിക്കാൻ, വസ്ത്രത്തിൽ ദീനീ ബോധമുണ്ടാക്കാൻ ആ പെൺകുട്ടിക്ക് സാധിച്ചുവെങ്കിൽ ഖദീജ ബീവിയുടെയും ആയിഷ ബീവിയുടെയും ഫാത്തിമ ബീവിയുടെയും നഫീസത്തുൽ മിസ്രിയുടെയും റാബിയത്തുൽ അദബിയുടെയും ഒക്കെ ചരിത്രം പറഞ്ഞിട്ട് അതുപോലെ നിങ്ങൾ ആകണമെന്ന് പറഞ്ഞ കാലം മാറി. ആ ജീവിതം ഒരുപക്ഷെ ആ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അഭിനവ കാലഘട്ടത്തിന്റെ മുസ്ലിം സഹോദരിമാരുണ്ട്. അവരെ പോലെ നമ്മുടെ പെൺമക്കളെ വളർത്തിയെടുക്കണം.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നല്ല മക്കളാക്കി തരട്ടെ. ഈ ദുആയിൽ എല്ലാം ഉണ്ട് സഹോദരങ്ങളെ, ഈ ദുആയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്ന ദുആ ഇങ്ങനെയായിരുന്നു. മാത്രമല്ല മഹാനായ ഖത്താദ റളിയല്ലാഹു തആല അൻഹു, ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഇവിടെ വെച്ച് വയല് കേട്ടിട്ടങ്ങ് പോകലല്ല. എന്തെങ്കിലും ഒരു കാര്യമൊന്ന് അമല് ചെയ്യാൻ കിട്ടിയാൽ അതല്ലേ പ്രസംഗം കൊണ്ട് നമുക്ക് വേണ്ടത്, അതല്ലേ പ്രഭാഷണം കൊണ്ട് നമുക്കുണ്ടാകേണ്ട ലാഭം. അല്ലാതെ ആള് കൂടിയത് കൊണ്ട് കാര്യമായോ, ബഹളം നടന്നത് കൊണ്ട് കാര്യമായോ, പണം പിരിഞ്ഞത് കൊണ്ട് കാര്യമായോ, തിരക്ക് വന്നത് കൊണ്ട് കാര്യമായോ? ഇല്ല. പറയുന്നവനോ പറയിപ്പിച്ചവനോ കേട്ടവനോ ജീവിതത്തിൽ ഒരു പുതിയ അറിവെങ്കിലും ഇവിടെ നിന്ന് ശേഖരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിയുന്നുവെങ്കിൽ ആ പ്രസംഗമാണ് പ്രിയപ്പെട്ടവരെ പ്രഭാഷണം എന്ന് പറയുന്നത്. ഒരിക്കലും ചുണ്ടിൽ നിന്ന് നാവ് വഴി കാതുകളിലേക്കുള്ള പ്രസംഗമല്ല നമുക്ക് വേണ്ടത്. പിന്നെ എന്ത് പ്രസംഗമാണ് നമുക്ക് വേണ്ടത്? എന്റെ ചുണ്ടുകളുടെ സഹായത്തോടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം ഈ മൈക്രോഫോണിലൂടെ വിദ്യുച്ഛക്തിയുടെ പ്രവാഹത്തിലൂടെ നിങ്ങളുടെ കർണപുടങ്ങളിൽ അലയൊലിക്കുമ്പോ അതല്ല പ്രസംഗം എന്ന് പറയുന്നത്. പിന്നെ പ്രസംഗം എന്ന് പറയുന്നത് എന്താ? വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യപ്പെടുന്ന പ്രസംഗമാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രസംഗമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കാതുകൊണ്ട് നിങ്ങൾ പ്രസംഗം കേൾക്കണ്ട, നാവ് കൊണ്ട് ഞാനും പ്രസംഗിക്കണ്ട. പറയേണ്ടത് എന്റെ ഹൃദയം കൊണ്ടാണ്, കേൾക്കേണ്ടത് നിങ്ങളുടെ ഹൃദയം കൊണ്ടാണ്. അങ്ങനത്തെ നല്ല പ്രസംഗങ്ങളിൽ അല്ലാഹു നമ്മുടെ ഈ 2 മണിക്കൂർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഖത്താദ റളിയല്ലാഹു തആല അൻഹു സഹാബി വര്യനായ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അയ്യു ദഅവത്തിൻ കാന അക്രമാ യദഉ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ദുആ ഏതാ? പഠിച്ചോ മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുത്തുണ്ടല്ലോ, നമ്മുടെ ഹബീബുണ്ടല്ലോ, ആരൊക്കെ എന്തെല്ലാം മോശം പറഞ്ഞാൽ, ആരൊക്കെ വർഗീയവാദി എന്ന് പറഞ്ഞാൽ, ഏതൊക്കെ വിവരം കെട്ടവന്മാരെ എന്തെല്ലാം പേരിൽ ആക്ഷേപിച്ചാൽ, വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ചേർത്ത് വെക്കുന്ന നമ്മുടെ രോമാഞ്ചം നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ വികാരം നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ സർവ്വതുമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചകനെയല്ലേ? നമ്മുടെ ഭാര്യാമക്കളെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചകനെയല്ലേ? ബിസിനസ് സാമ്രാജ്യങ്ങളെക്കാൾ, ഭൗതിക താല്പര്യങ്ങളെക്കാൾ, സുഖ സൗകര്യങ്ങളെക്കാൾ നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ടത്, പ്രണയിക്കേണ്ടത് നമ്മുടെ ഹബീബായ നബി തങ്ങളെയാണ്. നമ്മുടെ രോമാഞ്ചത്തെയാണ്, ഹൃദയത്തിന്റെ തുടിപ്പിനെയാണ്, കണ്ണിലെ കൃഷ്ണമണിയെയാണ്, നമ്മുടെ കരളിന്റെ കഷ്ണത്തെയാണ്, ആമിനയുടെ പൊന്നുമോനെയാണ്, മദീനയുടെ തങ്കക്കുടത്തെയാ, മക്കയുടെ രാജകുമാരനെയാണ്, അബ്ദുള്ളയുടെ പൊന്നുമോനെയാണ്, റൂഹി പിതാ അഹ്മദ് മുജ്തബ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് സമയത്ത് ദുആ ചെയ്തിരുന്ന ദുആ അത് നമ്മുടെ ജീവിതത്തിൽ പകരത്തണ്ടേ. ഖത്താദ തങ്ങൾ അനസ് തങ്ങളോട് ചോദിച്ചു, നബി തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുന്നതേതായിരുന്നു? ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു ഖത്താദ തങ്ങളോട് പറഞ്ഞത് എന്തെന്നറിയോ? ഏത് സമയത്തും എന്റെ ഹബീബ് ചെയ്യുന്ന ദുആ, എന്റെ പ്രവാചകൻ ചെയ്യുന്ന ദുആ ഏതാ? ഇന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ പാടുന്നത് പോലെ പാടാൻ ശ്രമിക്കുന്നവര്, അവര് പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കാൻ ശ്രമിക്കുന്നവര്, അവര് നടക്കുന്നത് പോലെ നടക്കാൻ ശ്രമിക്കുന്നവര്, എന്റെ റസൂല് നിങ്ങളുടെ ഹബീബ് ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്ന ദുആ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേ. ആ ദുആ ഏതാണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അനസ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ദുആ ചെയ്താലും ഈ ദുആ അതിൽ ഉൾപ്പെടുത്തുമായിരുന്നെന്ന് മാത്രമല്ല, ദുആ ചെയ്യാൻ സമയം കിട്ടാതെ വന്നാൽ, നിസ്കാരം കഴിഞ്ഞിട്ട് പൊടിയും തട്ടിയിട്ട് എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ പടച്ചോനെ, കണ്ടിട്ടില്ലേ ഇപ്പോഴത്തെ ബിദഈ ആശയക്കാര്, അവര് പറയുന്ന കാര്യങ്ങൾ ന്യായങ്ങൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയാണല്ലോ അവർ പറയുന്ന കാര്യങ്ങൾ. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? പടച്ചോനെ, നീ ഇപ്പൊ പറയുന്നത് ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനാണ്, ഞാൻ ചെയ്യില്ല. ഇബ്ലീസ് പറഞ്ഞതാണ്, ഞാൻ ചെയ്യില്ല. കാരണം
നിന്നെ വേണമെങ്കിൽ ഞാൻ സുജൂദ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ചെയ്യാം. നിനക്ക് ഞാൻ സുജൂദ് ചെയ്യാം, നീ എന്റെ ഖാലിഖാൻ. ഒരു മഖ്ലൂഖായ ഈ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യില്ല. മാത്രമല്ല എന്നെക്കാൾ താഴ്ന്നവനാണ് ഞാൻ. തീ കൊണ്ട് പടയ്ക്കപ്പെട്ടവനും ഈ മനുഷ്യൻ, ഈ ആദം മണ്ണ് കൊണ്ട് പടയ്ക്കപ്പെട്ടവനുമാണ്. ഞാൻ അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യൂല. നിനക്ക് വേണമെങ്കിൽ ഇനി ഞാൻ സുജൂദ് ചെയ്യാം. ശരിയല്ലേ? ശരിയാണോ? അല്ല, നിങ്ങൾ പറ. ഇബ്ലീസ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ലാഹുവേ നിനക്ക് ഞാൻ സുജൂദ് ചെയ്യും, ഒരു മനുഷ്യൻ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യില്ല. പറഞ്ഞത് ശരിയല്ലേ? ആർക്കെങ്കിലും തെറ്റാണെന്ന് അഭിപ്രായം ഉണ്ടോ? ഇല്ല. പക്ഷേ അവിടെ അനുസരിക്കലാണ് കരണീയം, അനുസരിക്കലാണ് അനിവാര്യം. അല്ലാഹ് എന്തു പറഞ്ഞു അതനുസരിക്കുക. ഇപ്പോ പുത്തനാശയക്കാര് പറയാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെന്തിനാ അവിടെ ഇരിക്കുന്നത്, എഴുന്നേറ്റ് ഓടണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചിന്തിക്ക് ശരിയാണല്ല, ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവിടെ ഇരിക്കുക, ദുആ ചെയ്യുക. ഇന്ന് നമുക്ക് സമയമില്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളിപ്പോ ഏതെങ്കിലും റൂട്ടിലേക്ക് യാത്ര പോയി ഇരുന്ന് ദുആ ചെയ്യാനുള്ള സമയമില്ല. നിസ്കാരം തന്നെ രണ്ടാക്കിയിരിക്കുക 4 അപ്പൊ പിന്നെ അങ്ങനെ ദുആ ചെയ്യാൻ സമയമില്ലല്ലോ. പക്ഷെ എന്നാലും നിങ്ങൾ കൈ ഉയർത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇത് ദുആയുടെ ശർത്താണ്, ഹംദും സ്വലാത്തും. അതിനുശേഷം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞിട്ട് സലാത്തും ഹംദും പറഞ്ഞു എഴുന്നേറ്റ് പോയ്ക്കോ. അത് മതി. അതിനകത്ത് എല്ലാം ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഈ ഒരൊറ്റ ദുആ ചെയ്തു പോകുമായിരുന്നു. ഇനി വലിയ ദുആ ചെയ്യാൻ അവസരം കിട്ടിയാൽ അതിനിടയിൽ ഈ ദുആ ഉൾപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷവും അല്ലാതെ നിങ്ങൾ എപ്പോഴൊക്കെ ദുആ ചെയ്യുമോ ആ ദുആയിൽ അത്രയും ഈ ഒരു ആയത്ത് നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതിന്റെ ഉള്ളിൽ ഒരു രഹസ്യം കൂടിയുണ്ട്, അത് ഞാൻ പറയാം. അല്പം കൂടെ കഴിയട്ടെ, ഒരല്പം കൂടെ കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ രഹസ്യം പറയാം. ഒരു വലിയ രഹസ്യമുണ്ട്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പരിശുദ്ധമായ മക്കത്ത് പോകുന്നവരാണ്, പരിശുദ്ധമായ ഹറമിൽ ചെന്ന് നമ്മൾ പരിശുദ്ധമായ ഉംറ നിർവഹിക്കുന്നവരാണ്. അല്ലാഹു നമുക്ക് പോകാനുള്ള തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു വലിയവനല്ലേ? അല്ലാഹു വലിയവനാണ്. നിങ്ങൾ നോക്ക്, നമ്മൾ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചോ നമ്മളെല്ലാം നെവർ മൈൻഡ് ആയിട്ട് കണ്ടു. അല്ലാഹു അതിലൊക്കെ നമുക്ക് പരീക്ഷണം തന്നു. ഞാൻ പറഞ്ഞു തരട്ടാ, നമ്മൾ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചു അതിലൊക്കെ അല്ലാഹു പരീക്ഷണം തന്നു. ഒന്ന് പൈസ കോടിക്കണക്കിന് രൂപയുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുണ്ട്. ഒന്ന് ഹജ്ജിന് പോന്ന് പറഞ്ഞാൽ പൈസ ഇല്ല. ഉംറയ്ക്ക് പോകാൻ പറഞ്ഞാൽ പൈസ ഇല്ല, മോളെ കെട്ടിക്കട്ടെ, ഒരു സ്ഥാപനം കൂടി കെട്ടിയിട്ടിരിക്കുന്നു, അതിന്റെ പണിയും കൂടെ കഴിയട്ടെ. ഇത് പറഞ്ഞിട്ട് നമ്മൾ ഉംറയ്ക്ക് പോകാതെയായി. ഇപ്പോ മനുഷ്യന്റെ മനസ്സിനകത്ത് വെമ്പൽ കൊള്ളുകയാ. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനം പോലെ മനസ്സ് കൊതിക്കുകയാണ്. അല്ലാഹുവേ, ആ പുണ്യ മണ്ണിലൊന്ന് എത്തിച്ചേരണം, ആ പുണ്യ മണ്ണിലൊന്ന് എത്തിച്ചേരാൻ. ഞങ്ങളൊക്കെ ഉംറയ്ക്ക് പോകുന്നത് ഹജ്ജ് കഴിഞ്ഞ് അടുത്ത ഉംറ സീസൺ തുടങ്ങും മുമ്പ് നമ്മൾ പോകും. ഹജ്ജ് കഴിഞ്ഞ അവസാനത്തെ ആൾ അവിടെ നിന്ന് കയറുമ്പോ നമ്മൾ അവിടെ ഇറങ്ങും. ഞാൻ ഉംറയ്ക്ക് പോകുന്ന ടൈം അതാണ്. അവിടത്തെ തദ്ദേശീയരല്ലാതെ വേറെ ആരും ഉണ്ടാവൂല. ഹജറുൽ അസ്വദ് ഒക്കെ ക്യൂ നിർത്തിയിട്ട് പോലീസുകാര് ചുംബിക്കാനുള്ള അവസരം കൊടുക്കും. നമ്മൾ ലൈനിൽ കയറി നിൽക്കും. നമുക്ക് അവസരം കിട്ടും, പോയി ഹജറുൽ അസ്വദ് മുത്തും റാഹത്തായിട്ട്. എന്നിട്ട് നേരെ അതുവഴി ഇറങ്ങി വീണ്ടും അടുത്ത വരിയുടെ പിറകിൽ വന്ന് നിൽക്കും. കാരണം അവിടെ ആരുമില്ല, ബഹളം വെക്കാതിരിക്കാൻ വരി വെച്ചിരിക്കാൻ. ആ വരിയുടെ പിന്നിൽ നിൽക്കും, വീണ്ടും അവസരം കിട്ടും, വീണ്ടും മുത്തും, വീണ്ടും പുറകിലൊന്ന് നിൽക്കും. ആവശ്യമുള്ളതുപോലെ മുത്ത. പരിശുദ്ധ ഹിജ്ർ ഇസ്മായിലിനകത്ത് കയറി ഇബാദത്തെടുക്കാം. മുൽതസമിന്റെ അവിടെയും അതുപോലെ തന്നെ മത്താഫിലും മസ്അയിലും ഒക്കെ ആവശ്യം പോലെ ഇബാദത്തെടുക്കാം, ഒരു തടസ്സവും ഇല്ല. അന്നൊക്കെ പൈസ ഉണ്ടായിരുന്നു, അവസരങ്ങൾ ഉണ്ടായിരുന്നു, ആർക്കും വയ്യ. ഇപ്പൊ ആഗ്രഹം ഒന്ന് പോയെങ്കിൽ കൊള്ളാം, പോയാൽ 1 ലക്ഷം രൂപ കൊടുക്കണം, അതും ഒറ്റ ഉംറ ചെയ്യാൻ പറ്റുള്ളൂ. തവാഫ് ചെയ്യണമെങ്കിലും മത്താഫിൽ ഇറക്കൂല, ഹറമിന്റെ മസ്ജിദുൽ ഹറാമിന്റെ മുകളിൽ കയറി ചെയ്യണം. ഒരു തവാഫ് ചെയ്യുമ്പോൾ തന്നെ മണിക്കൂറുകൾ എടുക്കും. ഇല്ലേ? നമുക്ക് പോകാൻ മനസ്സിലായിരുന്നു. ഇപ്പൊ അല്ലാഹു അതിന് പണിഷ്മെന്റ് തന്നു. ഒരാളെ കണ്ട ഒന്ന് ചിരിക്കില്ല, കാരണം ഇവൻ മറ്റോനാൻ, അപ്പൊ ഞാൻ ചിരിക്കൂല എന്ന് പറഞ്ഞ് അയിത്തം കൽപ്പിച്ച് ഒരു വിശ്വാസിയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാനുള്ള മനസ്സില്ലാതെ പോയി.
ഇന്ന് ആഗ്രഹമുണ്ട്. NRCയും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും വന്നപ്പോ ഇനി എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് കൂട്ടുകാരനെ, സഹോദരനെ, അയൽവാസിയെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പുഞ്ചിരിച്ചാലും കാണാൻ കഴിയില്ല. കാരണം മുഖത്ത് മാസ്ക് ആക്കി അള്ളാഹു മാസ്ക് വെച്ച് കാണാൻ പറ്റില്ല. ഒരു സത്യവിശ്വാസിയെ കാണുമ്പോ അവന്റെ കയ്യിലേക്കൊന്ന് പിടിച്ചാൽ 20 വിരലുകൾ ചേർത്ത് വെക്കുമ്പോ ഓരോ വിരലുകളുടെ ഇടയിൽ നിന്ന് പാപങ്ങൾ വെള്ളത്തുള്ളികൾ പോലെ നിലത്തു വീഴുമെന്ന് ലോകത്തിന്റെ നായകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോൾ അവന്റെ സംഘടന നോക്കിയിട്ട്, അവന്റെ ഇസ്സം നോക്കിയിട്ട്, അവന്റെ പാർട്ടി നോക്കിയിട്ട്, അവന്റെ മറ്റുള്ള പോരായ്മകൾ കണ്ടിട്ട് കൈ കൊടുക്കാതെ മാറി നിന്നു. ഇന്നൊന്ന് കൈ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, തരില്ല. തൊട്ടാൽ പോലും അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ കൈ വലിക്കുകയാണ്. ഇനി അബദ്ധവശാ പിടിച്ചാലോ ഉടനെ സാനിറ്റൈസ് ചെയ്യുകയാണ്, ഉടനെ സോപ്പിട്ട് കൈ കഴുകുകയാണ്. അള്ളാഹു തന്ന പണിഷ്മെന്റ് ആണ്. നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിൽ വന്നു, ഒന്ന് ചേർന്ന് നിൽക്ക്, എന്ന് പറഞ്ഞ് ഇമാം നിലവിളിച്ചു മെഹ്റാബിൽ നിന്ന്. അപ്പോഴും അപ്പുറത്ത് നിൽക്കുന്നവനെ നോക്കി, എടാ ഇത് മറ്റോനല്ലേ, അവന്റെ അടുത്തോട്ട് നിൽക്കണ്ട, അല്പം ഒന്ന് ഇടയിട്ട് നിൽക്കാം. അങ്ങനെ നിസ്കരിച്ചു. ഇപ്പൊ ചേർന്ന് നിൽക്കാൻ ഒരു പൂതി, പക്ഷെ പറ്റുന്നില്ല. പല പള്ളി കമ്മിറ്റിക്കാരും ഇപ്പൊ അനുവദിക്കുന്നില്ല. കമ്മിറ്റിക്കാർ അനുവദിക്കാത്തത്. ഇമാം ഇപ്പോഴും പറയുന്നുണ്ട്, ഇമാമിന് ഇപ്പോഴും ആഗ്രഹമുണ്ട് ചേർന്ന് നിൽക്കാൻ പറയണോ, പക്ഷെ കമ്മിറ്റിക്കാർ അനുവദിക്കില്ല. കമ്മിറ്റിക്കാർക്ക് പാർട്ടി സമ്മേളനത്തിലും പാർട്ടി കൂടുമ്പോഴും എവിടെ പോയാലും ചേർന്നിരിക്കാൻ കുഴപ്പമില്ല. പള്ളിയിൽ മാത്രം അവർ കയറ്റം. കാരണം ഞങ്ങളുടെ പള്ളിയിലെ അകറ്റിയാണ് നിർത്തുന്നത് എന്ന് പല സ്ഥലത്തും റിപ്പോർട്ട് കൊടുത്താൽ നമുക്ക് സ്ഥാനക്കയറ്റം കിട്ടും. അതുകൊണ്ട് പള്ളിയിൽ അകലം പാലിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ പണിഷ്മെന്റ് ആണ്. ഇനി നിങ്ങൾ ഓരോന്ന് നോക്ക്. പള്ളിയിലെ പ്രായമായ മക്കൾ അവർക്ക് മദ്രസയിലും അവർക്ക് സ്കൂളുകളിൽ പഠിക്കാൻ വിടുമ്പോൾ മദ്രസയിൽ ചെന്ന് ഒരു അക്ഷരം പഠിക്കാൻ അനുവദിച്ചില്ല. നമ്മൾ പറഞ്ഞതെന്താണ്? ഈ മദ്രസയിലൊന്നും പോണ്ട, പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. മുഴുവൻ മദ്രസകളും കോളേജുകളും അടയ്ക്കപ്പെട്ടു. നമ്മളെ മക്കൾക്ക് വിവരമില്ല, ബോധമില്ല. നിയമനിർമ്മാണ സഭകളിൽ കയറിയിട്ട് ഇന്നും വിടുവായിട്ടും പറയുന്ന ജനപ്രതിനിധികൾ ഉണ്ടായി. കേരളത്തിലൊക്കെ ഫത്വ കൊടുക്കുന്ന വലിയ MLA-മാരും മന്ത്രിമാരൊക്കെയാണ്. എന്നിട്ട് മുഫ്തിമാരല്ലേ അവരൊക്കെ, അവരുടെ ഫത്വ കൊടുക്കാൻ വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാട്ട് പോലെ ഫത്വ കൊടുക്കാൻ ഒരു ബോധമില്ല. നിന്ന് മൂത്രമൊഴിക്കുന്നവനും കള്ളു കുടിക്കുന്നവനും പെണ്ണ് പിടിക്കുന്നവനും മസാല പറയുന്ന തരത്തിലേക്ക് കാലമെത്തിപ്പോയി സഹോദരങ്ങളെ. ഫത്വ കൊടുക്കാൻ ചിലർ പറയുന്നു ഹിജാബ് അറേബ്യൻ നാടുകളില് ഈ മണൽക്കാറ്റടിക്കുമ്പോ തലയിൽ വിടാതിരിക്കാൻ വേണ്ടി അന്ന് ഹിജാബ് നിർബന്ധമാക്കിയതാണ്. ഇപ്പൊ ഹിജാബിന്റെ ആവശ്യമില്ല, ഇപ്പൊ പൊടിക്കാറ്റുമില്ല, മണൽക്കാറ്റുമില്ല എന്നാ പറയുന്നത്. ഒന്നുകിലും ബോധം വേണം, ഇല്ലെങ്കിൽ വിവരം വേണം. വിവരവും ഇല്ല, ബോധവും ഇല്ല. ഈ ബോധവും വിവരവും ഉള്ളവരോടൊപ്പം ഒന്ന് കഴിഞ്ഞിട്ടുമില്ല. എന്ത് ചെയ്യാനാ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ അലംഭാവം കാണിച്ചോ അള്ളാഹു ആ വിഷയത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പരീക്ഷണങ്ങൾ വരും, ഒരു സംശയവും വേണ്ട. പ്രളയം വന്നപ്പോ നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാ ഇനിയെങ്കിലും ഒന്നാവും. അന്ന് ഒന്നായി പലരും ഒന്നായായിരുന്നു. പക്ഷെ നമ്മൾ കരുതി അൽഹംദുലില്ലാ ഇനിയെങ്കിലും അവര് ഒത്തൊരുമയോടെ നിൽക്കുമെന്ന്. ഇല്ല. കോവിഡ് വന്നു, അള്ളാഹുവിന്റെ പരീക്ഷണം. ഒന്നായോ? ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത്, കല്യാണത്തിന് ആർഭാടം നടക്കുന്നത്, അതുപോലെ തന്നെ മതവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ കോവിഡാനന്തര സമൂഹത്തിലാണ്. കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സമുദായം പഠിക്കില്ല, ഈ സമൂഹം പഠിക്കില്ല, മനുഷ്യരും പഠിക്കില്ല. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ മത്താഫിലെത്തുമ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇടതുഭാഗത്ത് കഅബ ശരീഫിനെ ആക്കിയിട്ട് ഹജറുൽ അസ്വദ് മുതൽ നമ്മൾ എങ്ങനെ തവാഫ് ചെയ്യുകയാണ്. പരിശുദ്ധമായ പള്ളിയിലെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് നമ്മൾ തവാഫ് ചെയ്ത് നടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ മറർതു അലർ റുക്നി ഇല്ലാ റഅയ്തു അലൈഹി മലകാ യഖൂലു ആമീൻ
ആരംഭപ്പൂവായ നബി തങ്ങൾ പറയുകയാണ്, മാ മറർതു അലർ റുക്നി, റുക്നുൽ യമാന്റെ ഭാഗത്ത് ഞാൻ എത്തുമ്പോ ഇല്ലാ റഅയ്തു അലൈഹി മലക്കായ മലക്കനെ യഖൂൽ, അവിടെ ഒരു മലക്കിനെ ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്. ഇതാരാ പറയുന്നത്? എന്റെ സഹോദരങ്ങളെ, ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ തവാഫ് ചെയ്ത് റുക്നുൽ യമാന്റെ മുന്നിലെത്തിയപ്പോൾ ആ റുക്നുൽ യമാന്റെ ഭാഗത്ത് ഞാനൊരു മലക്കിനെ കണ്ടു. വേറെ ഒരു ഹദീസിൽ കാണാ 70 മലക്ക, 70 മലക്കെന്ന്. ഏതോ ആകട്ടെ, 70 ആയാലും 1 ആയാലും ആ മലക്കിനെ ഞാൻ റുക്നുൽ യമാന്റെ ഭാഗത്ത് കണ്ടു. ആ മലക്ക് അവിടെ ഇരുന്ന് പറയുന്നത്, ആമീൻ, അല്ലാഹുവേ, ഇവിടെ എത്തിയിട്ട് ദുആ ചെയ്യുന്നവരുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. വിശ്വാസികളെ നെഞ്ചുപൊട്ടിയിട്ട് ഈ പരിശുദ്ധമായ മഖാമിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുമല്ലോ, ഈ കിടക്കുന്ന മഹാനുഭാവനെ സാക്ഷിയാക്കി അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്ന സമൂഹമേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം എന്ന കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബാലയത്തിന്റെ റുക്നുൽ യമാൻ എന്ന ആ കഅബാലയത്തിന്റെ ഒരു മൂലയിൽ ഒരു മലക്ക് ഇരിക്കുന്നു. ആ മലക്ക് പറയുന്നു, ആമീൻ, ആമീൻ, ആമീൻ. അവിടെ എത്തിയിട്ട് ദുആ ചെയ്യുന്നവരുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ദുആ സ്വീകരിക്കാതിരിക്കുവോ? അവിടെ എത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈദാ മറർതും അലൈഹി, അതുകൊണ്ട് നിങ്ങൾ ആ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ, ഇതിന്റെ ഗൗരവം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഹദീസ് പറഞ്ഞതാ. റുക്നുൽ യമാന്റെ ഭാഗത്ത് നിങ്ങൾ എത്തിയാ ഫഖൂലൂ, നിങ്ങൾ പറയണേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുആക്ക് ഇജാബത്തുള്ള ഒരു സ്ഥലം പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾ വേറെ എന്തെല്ലാം പറയാമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെല്ലാം ദുആരക്കാൻ പറയാമായിരുന്നു, എന്തൊക്കെ പറയാമായിരുന്നു. പക്ഷെ അതൊന്നും പറഞ്ഞില്ല. കാരണം എന്തെന്നറിയോ? എല്ലാം ഇതിനകത്തില്ലേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ മുഴുവൻ കാര്യങ്ങളും അതിനകത്തുണ്ട്. വഫിൽ ആഖിറതി ഹസന എന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ മേഖലകളിലെ നിർണായക ഘട്ടങ്ങളിലെ മുഴുവൻ അവസ്ഥകളിൽ നിന്നുള്ള മോചനം അതിനകത്തുണ്ട്. കൂടാതെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ദ്വാരക്കുമ്പോ എല്ലായി. അതുകൊണ്ട് നിങ്ങൾ ആ റുക്നുൽ യമാന്റെ ഭാഗത്തെത്തുമ്പോ വേറെ ഒന്നും നിങ്ങൾ ദുആ ചെയ്യരുത്. നിങ്ങൾ ദ്വാരക്കേണ്ടത് ഈ ദുആ. അത്രയും മഹത്വം ഈ ദുആക്കുണ്ട്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവ് വേണോ സഹോദരങ്ങളെ? ദുനിയാവ് വേണോ ആഖിറം വേണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈമാനൊക്കെ കൂടി ആഖിറം മതി എന്നൊക്കെ പറഞ്ഞ് കൈവെക്കുന്നവരുണ്ടാവും. പക്ഷേ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ദുനിയാവ് മാത്രം മതി എന്ന് പറയുന്നവര് അവര് പമ്പര വിഡ്ഢികളാണ്. പിന്നെന്താ വേണ്ടത്? നമുക്ക് ദുനിയാവും വേണം, ആഖിറവും വേണം. ഞാൻ ഈ അടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഈ കോവിഡിന് തൊട്ടും 2020 കുറച്ച് ഭാഗം, മാർച്ച് മുതൽ ഇങ്ങോട്ടുള്ള ഭാഗമൊന്നും ചരിത്രത്തിന്റെ അധ്യായത്തിൽ ഇല്ലല്ലോ. എല്ലാവരും പറയുന്നത് അങ്ങനെയാണല്ലോ. കുമ്പോൾ തങ്ങളെ കാണാൻ പോയി. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഇവിടെ വന്നിട്ട് മഹാനായ കുമ്പോൾ തങ്ങളെ കാണാൻ പോയി. ആ മൂത്ത തങ്ങളില്ലേ, വലിയ തങ്ങൾ, കുഞ്ഞുകോയ തങ്ങൾ. മഹാനായ തങ്ങളെ കാണാൻ പോകുമ്പോ എന്നോട് പറഞ്ഞു കുഞ്ഞുകോയ തങ്ങൾ. സാധാരണ നമ്മൾ പോകുമ്പോ എന്തെങ്കിലും അങ്ങോട്ടല്ലേ കൊടുക്കാറുള്ളത്. ആരെങ്കിലും കാണാൻ പോകുമ്പോ ഒരു ബഹുമാനത്തിന്റെ പേരിൽ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. സയ്യിദുമാരായാലും ഉസ്താദുമാരായാലും. കുഞ്ഞുകോയ തങ്ങളെ ഇഷ്ടപ്പെടില്ല. കുഞ്ഞുകോയ തങ്ങൾ ചെല്ലുമ്പോ ഇങ്ങോട്ടാണ് തരുന്നത്. ഒരുപാട് സ്നേഹത്തോടുകൂടി ആ നെഞ്ചിലേക്ക് എന്റെ ശിരസ് പിടിച്ച് കിടത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിൽ ഒരു വലിയ സൗഭാഗ്യമാണ്. മഹാനായ എപ്പോഴും തൂവെള്ള വസ്ത്രത്തിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ആ കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ മഹാനവറുകളുടെ നെഞ്ചത്തേക്ക് തല പിടിച്ച് കിടത്തിയിട്ട് ഒരുപാട് മന്ത്രിച്ചിട്ടുണ്ട്. മഹാനവറുകൾ എന്റെ ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടി ഈത്തപ്പഴം തന്നിട്ടുണ്ട്, കുറച്ച് പൈസ തന്നിട്ടുണ്ട്. അത്രയും സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. എന്നോട് പറഞ്ഞത് ദുനിയാവും ആഖിറവും വേണം.
ആഖിറം മാത്രം പോരാ, ദുനിയാവും വേണം ആഖിറവും വേണം. ഈ ദുനിയാവ് അത്രയും മോശമായിരുന്നെങ്കിൽ അള്ളാഹു ദുനിയാവിനെ പടയ്ക്കൂലല്ലോ. ദുനിയാവ് നല്ലതാണ്. എന്തുകൊണ്ടെന്നറിയോ? പിന്നീട് ഞാൻ ചിന്തിച്ചു മഹാനായ ആ ഒരു സയ്യിദ് അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ഒന്നാലോചിച്ച് നോക്കൂ. ദുനിയാവ് മോശമാണോ? ദുനിയാവ് വേണ്ടാത്ത ഒരു കാര്യമാണോ? അല്ല. എന്തുകൊണ്ടല്ല എന്ന് ചോദിച്ചാൽ അതിനുശേഷം എന്റെ ചിന്താ മണ്ഡലത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ടാണ് സയ്യിദ് അവറുകൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കൾ എന്ന പദവി നേടിയത് ആഖിറത്തിൽ വെച്ചല്ല, ദുനിയാവിൽ വെച്ചായിരുന്നു. ഈ കിടക്കുന്ന മഹാൻ ഉത്തുംഗ പദവിയിൽ എത്തിച്ചേർന്നത് ഈ ദുനിയാവിൽ വെച്ചല്ലേ, ആഖിറത്തിൽ വെച്ചല്ലല്ലോ അദ്ദേഹം വലിയായത്. ആലിമീങ്ങളായ ആഖിറത്തിൽ വെച്ചല്ല, ദുനിയാവിൽ വെച്ചാണ്. സാലിഹീങ്ങളായത് ദുനിയാവിൽ വെച്ചാണ്, ആഖിറത്തിൽ വെച്ചല്ല. അപ്പൊ ദുനിയാവ് വേണ്ട പോലെ നമ്മൾ ഉപയോഗിച്ചാൽ മതി എന്നർത്ഥം. ദുനിയാവ് കളയരുത്, ദുനിയാവിനെ മുറുക്ക് പിടിക്കണം. ഇത്രമാത്രം കട്ടിയിടൊന്നും വേണ്ട. ഇത്രമാത്രം കട്ടിയിടാൻ വേണ്ടിയിട്ട് ഈ കട്ടിങ് ഇരിപ്പുണ്ട് ഇപ്പോ. അങ്ങനെ വലിയൊരു പ്രശ്നത്തിലപ്പൊ ഞാനുള്ളത്. അള്ളാഹു ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഞാനിപ്പോ എവിടെ പോലെ ലൈവ് വേണ്ടെന്ന് പറഞ്ഞിരിക്കാം. കാരണം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അതിനെ ഏച്ച് കെട്ടിവെച്ച് അതിനെ ക്ലിയർ ആക്കി അതിനെ തുന്നി ചേർത്ത് വെച്ചിട്ട് നമുക്കെതിരെ ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് നമ്മുടെ ആശയങ്ങളോട് ആശയം കൊണ്ട് നേരിടാനുള്ള ചങ്കൂറ്റമില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ പ്രവാസികളായ സഹോദരങ്ങൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഇത് നിർബന്ധമാണ് എന്ന ഘട്ടം വന്നപ്പോൾ, എന്നാ പിന്നെ മറ്റൊരു സംവിധാനത്തിലൂടെ ഇത് വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സന്ദർഭത്തിൽ നടത്തിയെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ദുനിയാവ് വിട്ടുകളയരുത്, മുറുക്ക പിടിക്കണം. നമ്മൾ ദുനിയാവിലാണ് ഔലിയാക്കളായത്, ദുനിയാവിലാണ് പരിശുദ്ധമായ ഇൽമു നേടിയിട്ട് ആലിമീങ്ങളായത്, സാലിഹീങ്ങളായ ദുനിയാവിലൂടെയാണ്. പക്ഷെ ദുനിയാവ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. ദുനിയാവ് വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഈ പറയുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സഹോദരങ്ങളെ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിന്റെ ആഖിറത്തിന്റെ എല്ലാ വിഷയങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുമ്പോ എല്ലാം ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ നമ്മളറിയാത്ത ഒരർത്ഥം ഇതിനകത്തുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതേതാണ് അർത്ഥമെന്നറിയോ? സുബ്ഹാനല്ലാഹ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, ആ പൊന്നുമോൾ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഇല്ലാത്തപ്പോ തന്റെ വാപ്പ ദർസ് നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു. ഇതൊരു ഭാഗ്യമാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ വിദ്യാർത്ഥികളുണ്ടല്ലോ, മുത്തഅല്ലിമീങ്ങൾ, അദ്ദേഹം ഇല്ലാത്തപ്പോ അസിസ്റ്റന്റായി, ഇൻചാർജായി, അസിസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ദർസ് മുടങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാരാ? സ്വന്തം മകള്. അല്ലാഹു അങ്ങനത്തെ മക്കളെ നമുക്ക് തരട്ടെ, അങ്ങനത്തെ നല്ല മക്കളെ അല്ലാഹു തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോളെ ദർസ് എടുക്കുമായിരുന്നു. ആ ദർസിൽ പഠിച്ച ഒരാളാണ് പിന്നീട് സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കല്യാണം കഴിച്ചത്, വിവാഹം കഴിച്ചത്, പഠിപ്പിച്ച അധ്യാപികയെ. എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗ്യം അദ്ദേഹത്തിനല്ലേ കിട്ടിയത്. തനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന്, തനിക്ക് എല്ലാ അറിവുകളും പഠിപ്പിച്ചു തന്ന്, സാലിഹത്തായ സദ്വൃത്തയായ ഒരു പെൺകുട്ടിയെ മംഗല്യം കഴിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗ്യം ചെന്നവരായിരുന്നു. അത്രയും ഭാഗ്യശാലിയായ ഭാഗ്യവതിയായ സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഓ പൊന്നുമോളെ, ഖുർആന്റെ തഫ്സീർ മുഴുവനും നീ പഠിച്ചോ? ഖുർആന്റെ ആയാത്തുകളുടെ തഫ്സീർ മുഴുവനും നിനക്കറിയോ? ആ സമയത്താണ് സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ പൊന്നുമോള് ചോദിച്ചു, വാപ്പാ, എനിക്ക് ഒരൊറ്റ കാര്യത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞു തരുമോ? ഏതാണ് പൊന്നുമോളെ നിനക്ക്
എനിക്ക് സംശയമുള്ളത്. ആ സമയത്താണ് മകള് പറഞ്ഞു, പൊന്നുവാപ്പാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആഖിറത്തെ പറ്റി ഹസനത്ത് എന്ന് പറയുമ്പോൾ എനിക്കറിയാം അത് സ്വർഗ്ഗമാണ്, അത് സിറാത്തിലെ മിന്നൽ വേഗതയാണ്, അത് ഹൗദിൽ നിന്ന് പാനം ചെയ്യലാണ്, അത് വലത് കയ്യിലെ കിതാബ് ലഭിക്കലാണ്, അത് അർശിന്റെ തണല് കിട്ടലാണ്, അത് വിചാരണയില്ലാതെ സ്വർഗപ്രവേശനമാണ്, അത് പടച്ചവന്റെ തിരുദർശനമാണ്, അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമാണ്. ഇതെല്ലാം എനിക്കറിയാം ബാപ്പാ. പക്ഷേ ദുനിയാവിലെ ഹസനത്ത് ഏതാണ്? ദുനിയാവിലെ ഹസനത്ത് ഏതാണ് ഉപ്പാ? ഇത് ചോദിച്ചതാരാണ്? തന്റെ മുന്നിൽ അറിവ് പഠിക്കാൻ വേണ്ടി മറയുടെ പുറത്തു വന്നിരുന്ന തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച സഈദ് ഇബ്നുൽ മുസയ്യബ് എന്ന പണ്ഡിതന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് വാപ്പയോട് ചോദിച്ചു, വാപ്പാ ഈ ദുനിയാവിലെ ഹസനത്ത് മാത്രം എനിക്കൊരു സംശയമുണ്ട്, ഏതാണെന്ന് തിരിഞ്ഞിട്ടില്ല. വാപ്പയുടെ മറുപടി എന്തെന്നറിയോ? കൊതിക്കണം എന്റെ സഹോദരങ്ങളെ അങ്ങനെ ഒരു സൗഭാഗ്യത്തിന്. ഏതാ സഈദ് ഇബ്നുൽ മുസയ്യബ് തങ്ങൾ പറഞ്ഞ ദുനിയാവിന്റെ ഹസനത്ത് എന്നറിയോ? എന്ന് കേൾക്കാമെന്ന് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹാബത്തിൽപ്പെട്ടവരുടെ മറുപടിയാണ് പറയുന്നത്. എന്താ പറഞ്ഞതെന്നറിയോ? പൊന്നുമോളെ ദുനിയാവിലെ ഹസനത്ത് ഏതെന്നറിയോ? അത് സൗജത്തന സാലിഹ, സാലിഹത്തായ ഭാര്യയാണ് മോളെ. നീ നിന്റെ ഭർത്താവിന് സാലിഹത്താകണം മോളെ, നിന്റെ ഭർത്താവിന് സാലിഹത്തായ ഭാര്യയാകണേ മോളെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഇണയുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ പാതിയുണ്ടല്ലോ, അത് സാലിഹത്താണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ്, നമ്മുടെ ദീന് പൂർത്തിയായി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ഫഖദ് അഹ്റസ സുലുസൈ ദീനിഹി. മൂന്നിൽ ഒരു ഭാഗം അവന് കിട്ടി. എങ്ങനെയാ? സുലുസൈനി, 2 ഭാഗം അവന് കിട്ടി. 3ൽ 2 ഭാഗം അവന് കിട്ടി എന്ന് പറഞ്ഞാൽ സാലിഹത്തായ ഭാര്യ. സാലിഹത്തായ ഭാര്യ ഉണ്ടാകണം. സാലിഹത്തായ ഭാര്യ ഉണ്ടായാലും ഗുണം എന്താണ്? ഒരു നാട്ടില് ദീനീബോധത്തിന്റെ ഉത്ഥാന പതനം ഒരു ഭാര്യയിലാണ്. നമ്മുടെ വീട്ടിലെ ഭാര്യയിലാണ് നമ്മുടെ വീടിന്റെ ദീനിന്റെ ഉയർച്ചയും ദീനിന്റെ പതനവും ദീനിന്റെ ഉത്ഥാനവും അതിന്റെ ഗതി നിർണയിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഭാര്യയാണ്. സംശയമുണ്ടോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ വെള്ളത്തിൽ മുങ്ങി ചാകാൻ പോകുമ്പോഴാണ് വാപ്പ നൂഹ് നബി വിളിച്ചത്, മോനെ വാ കേറ്, കപ്പലിൽ കയറി രക്ഷപ്പെടുത്താം. അപ്പോഴാണ് നൂഹ് നബിയുടെ ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു, ഇടാ പോകരുത്, വാപ്പാക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. ആ മകൻ വന്നില്ല. ആ മകനെ ആരായി? ഖാനമിനൽ മുഗറഖീൻ, മുങ്ങിച്ചത്തവരുടെ ലിസ്റ്റിൽ തന്റെ പൊന്നുമോനും വന്നു. നേരെ മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിനാ താഴ്വരയിലെ ആ പാറക്കല്ലിൽ മലർത്തി കിടത്തിയിട്ട് തന്റെ പൊന്നുമോനെ നബിയുല്ലാഹി ഇസ്മായിലിനെ അറുക്കാൻ വേണ്ടി വിളിച്ചു, മോനെ വാ. ഉമ്മ പറഞ്ഞ എന്താ? ചെല്ലടാ മോനെ, വാപ്പ നബിയാടാ, ചെല്ലാൻ പറഞ്ഞു. അല്ലാഹു രക്ഷപ്പെടുത്തി. ഇതിനപ്പുറം എന്ത് ഉദാഹരണം വേണം? നൂഹ് നബിയുടെ സംഭവത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിച്ചു. ഉമ്മ ഇടങ്കോലിട്ടു, മകൻ മുങ്ങിച്ചത്തു. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ അറുത്തു കൊല്ലാൻ വേണ്ടി വിളിച്ചു. ഉമ്മ പറഞ്ഞു ചെല്ലടാന്ന് പറഞ്ഞു. വാപ്പ രക്ഷപ്പെടുത്തി, അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ഇതാണ് പാരമ്പര്യം. അതുകൊണ്ട് ഒരു വീട്ടില് ഏറ്റവും ദീൻ ഉണ്ടാകേണ്ടത് ആർക്കാണ്? ഉമ്മയ്ക്കാണ്, ഭാര്യയ്ക്കാണ്. നമ്മുടെ ഭാര്യയ്ക്കാണ്. ഭാര്യ നല്ലവളായാൽ രക്ഷപ്പെട്ടു. അതിനെന്തു വേണം? നല്ല വാപ്പാന്റെ മോളെ കല്യാണം കഴിക്കണം. നല്ല വാപ്പാന്റെ മോളെ കല്യാണം കഴിക്കണം. എങ്കിലേ നമുക്ക് നല്ല ഭാര്യയെ കിട്ടുള്ളൂ. നമുക്ക് നല്ല ഭാര്യയെ കിട്ടിയാലേ നല്ല വിത്തുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ, നമ്മുടെ നല്ല സന്താനങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെ നല്ല മക്കൾ ഉണ്ടായാലേ സമൂഹം നന്നാവൂ. അതുകൊണ്ട് എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് പെണ്ണ് നന്നാകലാണ്. അള്ളാഹു നല്ല ഭാര്യമാരെ തരട്ടെ, തന്ന ഭാര്യമാരെ അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു സ്വാലിഹത്തുകളാക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള
സ്വത്ത് അദ്ദുനിയ കുല്ലുഹാ മതാഅ് വഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തു സാലിഹ. ദുനിയാവ് തരണേ പടച്ചവനെ എന്ന് ദുആരക്കുമ്പോഴും ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇണയാണ്, സാലിഹത്തായ ഒരു പെണ്ണാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹാത്തുകളാക്കട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നും രണ്ടും ഞാൻ പറഞ്ഞു, നമ്മൾ എപ്പോഴും ദുആ ചെയ്യും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അത് പഠിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യും. നല്ല ഭാര്യമാരാവ്. അല്ലാതെ ഭർത്താവ് ജീവിച്ചിരിക്കവേ മരിച്ചെന്ന് പറഞ്ഞിട്ട് പെൻഷൻ അപേക്ഷിക്കുന്ന ഭാര്യമാരാകരുത്. ഇപ്പൊ അടുത്ത സമയത്ത് അങ്ങനെ സംഭവിച്ചു. ഞാൻ ആളെന്നും പറയുന്നില്ല, പറയാൻ പേടി ഉണ്ടായിട്ടൊന്നുമല്ല. എന്റെ ഡിക്ഷണറിയിൽ പേടി എന്ന് പറയുന്ന സംഗതിയില്ല. പക്ഷേ ഈ കർണാടകത്തിൽ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കേരളത്തിൽപ്പെട്ട ഒരു താത്താടെ കാര്യം പറയാനുള്ളത്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അത് കണ്ടു കാണും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഇസ്ലാമിനെതിരെ ഒരുപാട് കുരച്ചുകൊണ്ട് നടക്കുന്ന ഒരു നായയെ പോലെ, ഒരു ദുഷ്ട ശ്വാനനെ പോലെ ഒരു പെണ്ണിറങ്ങിയിട്ടുണ്ട്. കുറച്ചുനാൾ അവള് മഫ്ത ഹിജാബൊക്കെ ഇട്ടവള, കുറച്ചുനാൾ അവള് മദ്രസയിലൊക്കെ പഠിപ്പിച്ചവള, കുറച്ചുനാൾ മദ്രസയിലൊക്കെ പഠിപ്പിച്ചു. അവള് മദ്രസയിൽ അധ്യാപികയായിരുന്നു. എന്നിട്ടാണ് കുറെ RSSകാരുമായിട്ട് എവിടെ പോയിട്ട് ജുമാ തുടങ്ങി. രണ്ട് ജുമാ തുടങ്ങി. പുറകെ നിൽക്കുന്ന മാമുനീങ്ങളാരാണ്? അതാ ബഹുരസം, ബഹുദൈവ വിശ്വാസികളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി പ്രായമുള്ള ഒരു ഭർത്താവിനെ സ്വീകരിച്ചു. എന്തിനാന്നറിയോ? പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അയാൾക്ക് കാറ്റ് പോകുമ്പോ പെട്ടെന്ന് പെൻഷൻ വാങ്ങാം, അതിനു വേണ്ടിയിട്ടാണ്. ഇത്രയും നെറികെട്ട, ഇത്രയും നാണം കെട്ട പ്രവർത്തനം ചെയ്യുന്ന പെണ്ണുങ്ങളാണ് ഇന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അവളൊക്കെ നന്നായിട്ട് ഒരെണ്ണ കരണക്കുറ്റി കൊടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ നമ്മുടെ സംസ്കാരം അതല്ല. ഇസ്ലാമിനെ പറ്റി പഠിക്കുന്ന നല്ലൊരു തലമുറ ഉണ്ടാകണം. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട പണ്ഡിതൻ പറഞ്ഞതുപോലെ ദീനീ ബോധമില്ലാത്ത നാടുകളിൽ ചെന്നിട്ട് ദീനിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം നമ്മൾ. റബ്ബ് സാക്ഷി, നമ്മൾ ഒരുപാട് സമാധാനം പടച്ചെടുത്ത് പറയേണ്ടി വരും, ഒരു സംശയമില്ല. നമ്മൾ എന്നും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് നമ്മൾ പോയി എന്നും വഅദ് വെച്ച് ദീനീ ബോധമില്ലാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിന്റെ പേരിൽ ജീവൻ പോയാലും ആ ജീവൻ പോകുന്നതിനെ ആ രക്തസാക്ഷിത്വത്തെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മതബോധം വളർത്തിക്കൊണ്ടുവരണം. നമസ്കാരം ചെറുപ്പക്കാരിൽ ഉണ്ടാകണം. ലോകം അവസാനത്തിന്റെ എല്ലാ നശീകരണായുധത്തിന്റെ ചിഹ്നം വിളി അത് കേൾക്കാനെടുത്തിരിക്കുന്നു. ഇസ്രാഫീൽ എന്ന മലക്കിന്റെ ചുണ്ടിലിരിക്കുന്ന കാഹളത്തിന്റെ ഊത്തടുത്തിരിക്കുന്നു. ഇനി ഒരുപാട് നാളുകളൊന്നുമില്ല. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ദീനീ ബോധമുള്ള, മതബോധമുള്ള, ദീനീ വിപ്ലവ ചിന്തയുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരായി നമ്മൾ മാറണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.